വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയ ആഘോഷമായ ഇന്ത്യൻ പ്രീമിയർ ലീഗ് 19ാം സീസണിന് ഇന്ന് കൊടിയേറ്റം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. കന്നി കിരീടം നിലനിർത്താനാണ് RCBയുടെ ശ്രമം. അതേസമയം കിരീടം വീണ്ടെടുക്കാൻ ഹൈദരാബാദും ശക്തമായ പോരാട്ടത്തിനിറങ്ങും. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യവുമായി ഇറങ്ങുന്ന RCBക്ക് ബാറ്റിംഗിൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ദേവദത്ത് പടിക്കൽ എന്നിവരിൽ വലിയ പ്രതീക്ഷ. ഓൾറൗണ്ട് പ്രകടനത്തിലൂടെ ടീമിനെ ശക്തിപ്പെടുത്താൻ ക്രുനാൽ പാണ്ഡ്യ, റൊമാരിയോ ഷെപ്പേർഡ് തുടങ്ങിയവരുമുണ്ടാകും. ഇറാനിലെ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. മധ്യ ഇറാനിലെ ഗുണ്ടാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിൽ ഇസ്രായേൽ ബോംബിട്ടു. ആളപായമോ ആണവ വികിരണ ഭീഷണിയോ ഇല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. എന്നാൽ തിരിച്ചടിയായി US-ന്റെയും ഇസ്രായേലിന്റെയും വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി. US, ഇസ്രായേൽ പക്ഷ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ നിന്നോ തിരിച്ചോ ഉള്ള കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു. PRD ചട്ടലംഘനം. കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർക്ക് സസ്പെൻഷൻ. LDF സ്ഥാനാർത്ഥിക്കായി PRD വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ നടപടി. ജില്ലാ കളക്ടറാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത്. അഴീക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ KV സുമേഷ് നൽകിയ പരാതി വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നതായി വിവാദത്തിന് കാരണം. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് UDF പരാതി നൽകിയിരുന്നു. മീനച്ചൂടിൽ വൈദ്യുതി മുടങ്ങി, നഗരവാസികൾ ദുരിതത്തിൽ. പകൽ മുഴുവനും വൈദ്യുതി നിലച്ചതോടെ നഗരവാസികൾ കടുത്ത ദുരിതത്തിൽ. ഉരുകിയൊലിക്കുന്ന മീനച്ചൂടിനിടെ രാപ്പകലോളം വൈദ്യുതി മുടങ്ങിയത് ജനങ്ങളെ തീച്ചൂളയിലാക്കി. പാചകവാതകക്ഷാമം മൂലം ഇൻഡക്ഷൻ കുക്കറിനെ ആശ്രയിച്ചിരുന്നവർ കൂടുതൽ വലയേണ്ടി വന്നു. ഫാനോ AC-യോ ഇല്ലാതെ ചൂടിന് ചെറുക്കാൻ കഴിയാതെ പലരും ബുദ്ധിമുട്ടിലായി. 66 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി രാവിലെ 8 മുതൽ 2 വരെ നിലച്ചപ്പോൾ 110 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള സപ്ലൈ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ മുടങ്ങി. പലയിടങ്ങളിലും വൈദ്യുതി സാധാരണ നിലയിലായത് വൈകിട്ട് 6 മണിയോടെയാണ്. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അറസ്റ്റിൽ. നടപടി ബാലേന്ദ്ര ഷാ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ. കാഠ്മണ്ഡു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖയ്ക്കും അറസ്റ്റിൽ. കഴിഞ്ഞ വർഷം നേപ്പാളിനെ പിടിച്ചുകുലുക്കിയ ജൻസി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടി. പുതിയ പ്രധാനമന്ത്രിയായി ബാലേന്ദ്ര ഷാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് തൊട്ടു പിറ്റേ ദിവസമാണ് നാടകീയ നീക്കങ്ങൾ. ഭക്തപുരിലെ ഗുണ്ടുവിലുള്ള വസതിയിൽ നിന്ന് ഒലിയെ നേപ്പാൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.